എന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. അഖിലാണ്ടത്തിൻ്റെ ഉടയനായ ദൈവത്തിന് സ്തുതി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ഇയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിമന്യ തിരുമേനിമാരെ, വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, സന്ദർശകരെ, ജനപ്രതിനിധികളെ, വിശ്വാസ സമൂഹമേ, സ്നേഹിതരെ, ഇന്ന് നമ്മളുടെ പ്രധാന പ്രസംഗം നിർവഹിക്കുന്നതായിട്ടുള്ള ഡോക്ടർ ജോൺ സാമുവൽ പൊന്നുസ്വാമി, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 127ാമത് കൺവെൻഷൻ മാരാമൺ മണൽപ്പുറത്ത് സമാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ മധ്യത്തിലും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കൺവെൻഷൻ ക്രമീകരിക്കുവാൻ കൃപ ചെയ്ത സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. 2021 ഉരുൾപൊട്ടലും പ്രളയങ്ങളും പമ്പയുടെ മണൽപ്പരപ്പിന് കാര്യമായ വ്യത്യാസം വരുത്തി. ഗർത്തങ്ങളും ചെളിക്കൂമ്പാരങ്ങളും ഉണ്ടായത് മുഖാന്തരമായി മണൽപ്പരപ്പ് തന്നെ ഇല്ലാതെയായി. ഇന്ന് നാം കാണുന്ന ഈ മണൽപ്പരപ്പ് ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. തിരിച്ചറിയാനാവാത്ത വിധം കൺവെൻഷൻ നഗറിന് രൂപഭാവം സംഭവിച്ചു. ആ സാഹചര്യത്തിൽ നിന്നും വചനകേൾവിക്ക് ഉതകുന്നതായുള്ള നല്ല പരിസരം രൂപപ്പെടുത്തുവാൻ വളരെയേറെ പണവും അധ്വാനവും ആവശ്യമായി വന്നു. നേതൃത്വം നൽകിയ മാർത്തോമാ സുവിശേഷ സംഘം പ്രസിഡന്റ് തിരുമേനിയെയും ഭാരവാഹികളെയും കൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാ അംഗങ്ങളെയും പ്രാദേശിക ഇടവകളെയും സഭയുടെ നാമത്തിൽ ഈ അവസരം ഞാൻ അഭിനന്ദിക്കുന്നു. ശാന്തസുന്ദരമായ പശ്ചാത്തലത്തിൽ ദൈവവചനം നേരിട്ടും ഓൺലൈൻ മാധ്യമത്തിലും ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തും. തീർച്ച തന്നെ വചനം സ്വീകരിക്കുന്നതിനും അത് 100 മേനി ഫലം കായ്ക്കുന്നതിനും ഒരുക്കപ്പെട്ട ഹൃദയനിലങ്ങളാണ് ഇനി ആവശ്യമായിരിക്കുന്നത്. വചനം കേൾക്കുവാൻ ഒരുക്കപ്പെട്ട ഹൃദയനിലങ്ങളാണ് ഇനിയും ആവശ്യമായിരിക്കുന്നത്. പ്രിയരെ, അതിനായി നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇത് ദൈവവചന പ്രഘോഷണത്തിൻ്റെ കൺവെൻഷനാണ്. ഇപ്പോൾ വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്കേവർക്കും പരിചിതമായിട്ടുള്ള സുവിശേഷ ഭാഗമാണ്. തൻ്റെ ഉപദേശം കേൾക്കുവാൻ തനിക്ക് ചുറ്റും വന്നു ചേർന്ന വലിയ പുരുഷാരത്തിന് യേശു 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തി വരുത്തുന്ന വേദഭാഗമാണിത്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പുരുഷാരത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട്. യഹൂദ സമൂഹത്തിലെ വരേണ്യവർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട സാധാരണക്കാരെയും സാധുക്കളെയും സൂചിപ്പിക്കുന്ന ഒക്കലോസ് എന്ന വാക്കാണ് മർക്കോസ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ദരിദ്രരും ചുങ്കക്കാരും പാപികളും അത്ഭുതം കാണുവാനും അപ്പം ഭക്ഷിപ്പാനും ദൈവവചനം കേൾക്കുവാനും ക്രിസ്തുവിനെ അനുധാവനം ചെയ്തവരുമായ ഒരു വലിയ ജനസഞ്ചയത്തെ ഈ പുരുഷാരം പ്രതിനിധാനം ചെയ്യുന്നു. അവർക്ക് സംഘടിതമായ ശക്തിയോ രാഷ്ട്രീയ പിൻബലമോ ഉണ്ടായിരുന്നില്ല.
കർത്താവ് അവരെ ഇടയനില്ലാത്ത ആടുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർ ചിന്നിയവരും ചിതറിയവരുമായിരുന്നു. അവർക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം നഷ്ടമായി. ഇടയൻ നൽകുന്നതായുള്ള സംരക്ഷണം അവർക്ക് ഉണ്ടായിരുന്നില്ല. പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അതിജീവന സാധ്യതകൾ പോലും നഷ്ടപ്പെട്ടതായിട്ടുള്ള കൂട്ടരാണിവർ. മുഖമില്ലാത്തവരും പേരില്ലാത്തവരും തളർന്നു പോയവരുമായ പുരുഷാരും അതിജീവന സാധ്യത നേടി പ്രതീക്ഷയോടെ യേശുവിൻ്റെ അടുക്കൽ എത്തുകയാണ്. ഈ മാരാമൻ കൺവെൻഷനിലും ഈ വർഷം ഓൺലൈനിലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെയും ശ്രവിക്കുന്നതായുള്ള പുരുഷാരത്തിൽ ഇപ്രകാരമുള്ളവർ കൂടിയുണ്ട് എന്നത് നാം മറക്കരുത്. അവർക്ക് കൂടി ഉള്ളതാണ് ദൈവവചനാഘോഷണം. വ്യവസ്ഥാപിത സംവിധാനങ്ങൾ അപ്രായോഗികമാകുമ്പോൾ ഏതൊരു സമൂഹത്തിലും സംജാതമാകുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് ഈ സമൂഹം വിരൽ ചൂണ്ടുന്നു. ആദിമ നൂറ്റാണ്ടിലെ രാഷ്ട്രീയ അസ്ഥിരതയും മതപരമായ ചൂഷണവും സാമൂഹ്യ അരാജകത്വവും സാമ്പത്തിക അസമത്വവും മൂലം ഞെരിഞ്ഞമർന്ന സാധാരണക്കാരായ അവരുടെ പ്രതിരോധത്തിൻ്റെ സുവ്യക്തമായിട്ടുള്ള രൂപമാണ് ഈ പുരുഷാരം. തന്നെയുമല്ല, അവരുടെ അനുകൂലമല്ലാത്ത ജീവിത പരിസരങ്ങളെ 35-ാം വാക്യം വെളിവാക്കുന്നുണ്ട്. നിർജ്ജനമായിട്ടുള്ള പ്രദേശം, നേരം നന്നാ വൈകി, ഭക്ഷിപ്പാനില്ലാത്തതായിട്ടുള്ള അവസ്ഥ എന്നിവ സമകാല സാഹചര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. നിസ്സഹായരായ ആ പുരുഷാരത്തെ പറഞ്ഞയക്കണം എന്നതായിരുന്നു ശിഷ്യന്മാരുടെ പ്രതികരണം. എന്നാൽ യേശു അവരെ കണ്ട് മനസ്സറിഞ്ഞു. 34-ാം വാക്യം. സഭയുടെ ധർമ്മം, സമൂഹത്തിൻ്റെ ധർമ്മം പുരുഷാരത്തെ പറഞ്ഞയക്കുക എന്നതല്ല, അതിജീവനത്തിനായി അണയുന്നവരോടൊപ്പം കർമ്മ നിരതരാകുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഈ കൺവെൻഷൻ എന്തിനു വേണ്ടി ചേർന്ന് വരുന്നതായുള്ള ജനത്തിന് അവർ അഭിമുഖീകരിക്കുന്നതായുള്ള വിഷമസന്ധിയിൽ അതിജീവനത്തിനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടും അത് അവർക്ക് നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം കർമ്മ നിരതരാകുവാൻ വചനം സേവിക്കുന്നതായുള്ള എല്ലാവർക്കും സാധ്യമായി തീരുക എന്നത് അത്രേ ആവശ്യം. കോവിഡ് മഹാമാരി വ്യവസ്ഥാപിത പലതിനെയും തകിടം മറിച്ച കാലഘട്ടമാണ്. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും ഒരുപോലെ ബാധിക്കപ്പെട്ടു. ശക്തമെന്ന് നാം കരുതിയിരുന്ന പലതും കടപുഴകി. മനുഷ്യൻ്റെ നിർമ്മലാവസ്ഥയെ ഇത്രമാത്രം വെളിവാക്കിയതായുള്ളൊരു കാലഘട്ടമില്ല. രൂപമാറ്റം സംഭവിച്ച വൈറസുകളും മഹാമാരിയുടെ മാറി മാറി വന്ന തരംഗങ്ങളും ജനതയെ ചിതറിച്ചു കളഞ്ഞു. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾ, തൊഴിൽ നഷ്ടപ്പെട്ടതുപോലും കുടുംബത്തിലെ വരുമാനം നിലച്ചു പോയതായിട്ടുള്ള ആളുകൾ, ചെറുകിട കച്ചവടക്കാർ, ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് മടങ്ങിപ്പോന്നവർ, പലായനം ചെയ്യേണ്ടി വന്നതായുള്ള അന്യദേശ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, നൈരാശ്യം മൂലം ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയതായിട്ടുള്ള ആളുകൾ, നിരന്തരം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ നീളുന്നു ദുരിതങ്ങളുടേതായിട്ടുള്ള പട്ടിക. ഇത്തരം പരിസരങ്ങളുള്ള സഭയുടെ നിലപാട് വളരെ ഗൗരവതരമായിട്ടുള്ള സംഗതിയാണ്. ദൈവം ആരെയും കൈവിടുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെയുണ്ട്. പരമ്പരാഗതമായി അനുവർത്തിച്ചു വന്ന അനുഷ്ഠാനങ്ങൾ അപ്പാടെ തുടരുന്നത് സാധ്യമല്ലാതെ വന്നപ്പോൾ സഭ തന്നെ അപ്രസക്തമായോ എന്ന് ചോദിച്ചതായിട്ടുള്ള ആളുകളുണ്ട്.
മാത്രമല്ല സഭ ഒരു അനിവാര്യതയല്ലെന്ന് ചിന്തിച്ചതായിട്ടുള്ള ആളുകളുണ്ട്, ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ കോവിഡ് കാലം ആശ നഷ്ടപ്പെട്ട ദുരന്തകാലമല്ല, മറിച്ച് സാധ്യതകളെ കണ്ടെത്തി കർമ്മ നിരതരാകേണ്ടതായിട്ടുള്ള സമയമാണ്. ശിഷ്യന്മാരോടുള്ള ക്രിസ്തുവിൻ്റെ നിർദ്ദേശവും അന്വേഷണവും വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. 37-ാം വാക്യം. യേശു ചോദിക്കുന്നു, അതിന് നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 38-ാമത്തെ വാക്യം. ലോകത്തിൻ്റെ പ്രശ്നത്തിന് മുമ്പിൽ സഭ അതിനെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു പരിഹാരം മാർഗമല്ല തേടേണ്ടത്. നിങ്ങൾ എന്ന് ആവർത്തിച്ചുള്ള പ്രയോഗം പ്രശ്ന പരിഹാരത്തിന് അപരനിലേക്ക് നോക്കുന്നതിനല്ല, ഫണ്ടിങ് ഏജൻസിയിലേക്ക് നോക്കുന്നതിനായിട്ടല്ല, അവനവനിലേക്ക് തന്നെ നോക്കുവാനായിട്ടാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? പ്രതിസന്ധികൾ ചലനാത്മകമാകേണ്ട സഭയുടെ ഉത്തരവാദിത്വത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണമാകേണ്ടതാണ് സഭ. അല്ലാതെ കേവലം നടത്തിപ്പുകാരല്ല, ഈവൻ മാനേജേഴ്സ് അല്ല. ചരിത്രത്തിലെ പ്രതിസന്ധികളിൽ കർമ്മനിരതനായ ദൈവത്തെയാണ് ദൈവവചനം നമുക്ക് വെളിവാക്കി തരുന്നത്. ജനങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന, അവരുടെ കഷ്ടതകളെ കാണുന്ന, അവരുടെ ജീവിതാവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്നത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് ക്രിസ്തു ജഡം ധരിച്ചത്. ദൈവം റിമോട്ടല്ല, ദൈവം നമ്മോടുകൂടെ ഉള്ള ഇമ്മാനുവലാണ്. അത് ഇന്നും ലോകം തിരിച്ചറിഞ്ഞ് അനുഭവിക്കേണ്ടത് സഭയിലൂടെയാണ്, വിശ്വാസ സമൂഹത്തിലൂടെയാണ്, നാം ഓരോരുത്തരിലും കൂടെയാണ്. അവരുടെ വിശപ്പിൻ്റെ ശമനം സഭയുടെ ഒരു ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയാകണം. ഇന്നും വിശക്കുന്നവർ ധാരാളം നമുക്ക് ചുറ്റുപാടുമുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും ഇന്നും ഭാരതത്തിലൊരു യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് 116 രാജ്യങ്ങളിലെ വിശകലനം ചെയ്തപ്പോൾ പട്ടിണിയിൽ ഇന്ത്യയുടെ സ്ഥാനം 101 ആണ് എന്ന് വിശേഷിപ്പിച്ചു. പോഷണ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലും. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. സഭകളുടെ ദൗത്യത്തിന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായി ഈ വിശക്കുന്ന സമൂഹം ഇന്നും നിൽക്കുകയാണ്. വിശപ്പിൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞ് വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരായി സഭ സമൂഹം മാറിയേ മതിയാവൂ. ഫാദർ ബോബി ജോസ് കട്ടക്കാടിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട അഞ്ചപ്പം പോലെയുള്ള ചെറിയ കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലും ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ അഭിമന്യ കൂറുലോസ് സഫർക്ക മെത്രാപ്പോലീത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന യുവജന സഖ്യമായി നടത്തുന്ന സ്നേഹാമൃതം ശ്രദ്ധേയമാണ്. എല്ലാ ദിവസവും കൊട്ടാരക്കരയിലും പുനലൂരിലും താലൂക്ക് ആശുപത്രികൾ പാവപ്പെട്ട രോഗികൾക്ക് പ്രഭാത ഭക്ഷണ പൊതിയുമായി യുവജന സഖ്യാംഗങ്ങൾ എത്തുന്നു എന്നത് അഭിനന്ദനീയമാണ്. രാവിലെ 4 മണിക്കും 4:30ക്കൊക്കെ എഴുന്നേറ്റ് അവർ വ്യാപൃതരാണ് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുവാനായി. അഭിമന്യ തിമോത്തിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസനം നടത്തുന്ന സമൃദ്ധി പദ്ധതി മനുഷ്യൻ്റെ വിശപ്പിനോടുള്ള സഭയുടെ പ്രതികരണമാണ്. അഭിമന്യ ഫീലിക്സ് തിരുമേനിയുടെ നേതൃത്വം നടത്തുന്ന ലൈറ്റ് ലൈഫ് പ്രോജക്റ്റ് ഏറെ സുത്യർഹമായി പ്രവർത്തിക്കുന്നു. മറ്റ് ഭദ്രാസനങ്ങളും ഇതുപോലെ ഈ പട്ടികയിൽ ചേർക്കപ്പെടാവുന്നതാണ്. പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന അമ്മമാരിലേക്കും കുഞ്ഞുങ്ങളിലേക്കും കൂടുതലായി പ്രവർത്തിക്കുവാൻ സഭയ്ക്ക് വിശ്വാസ സമൂഹത്തിന് സാധ്യമായിട്ട് തീരണം. അവരുടെ ആവശ്യത്തിന് മുമ്പിൽ നാം നിസ്സംഗതരായിട്ട് തീരരുത്. യേശു പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം ഇന്ന് വർദ്ധിച്ചു വരികയാണ്.
കോവിഡ് അനുബന്ധമായി ഇന്ത്യയിലെ 84% കുടുംബങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ കുറവ് 2021 സംഭവിച്ചു എന്ന് ഓക്സ്ഫാം എന്ന സംഘടനയുടെ അടുത്ത കാലത്തെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ ധനാഢ്യരുടെ ആകെ വരുമാനത്തിൽ റെക്കോർഡ് വളർച്ചയാണ് ഈ കാലയളവിൽ ഉണ്ടായതെന്നും പ്രസ്തുത റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണമായി ഓക്സ്ഫാം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിലെ അസമത്വമാണ്. കേരളക്കരയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. സമത്വസുന്ദരമായ സാമൂഹ്യ വ്യവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന ഓണം ആഘോഷിക്കുന്നവരാണ് നാം എന്നത് മറന്നു പോകരുത്. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞതായിട്ടുള്ള കർത്താവ് നമ്മളുടെ ചുറ്റുമുള്ള ജനങ്ങളെ കാണണം എന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ അറിയണം, അവരുടെ നിലവിളി കേൾക്കണം. സർക്കാരായാലും സഭയായാലും തങ്ങളുടെ പ്ലാനുകളിലും പദ്ധതികളിലും ബഡ്ജറ്റിലും ജനങ്ങളെ പരിഗണിക്കാതെ പോകുന്നത് വലിയ വിപത്തിലേക്ക് സമൂഹത്തെ നയിക്കും, സംശയമില്ല. വസ്തുക്കളെക്കാളും പ്രസ്ഥാനങ്ങളെക്കാളും നിയമങ്ങളെക്കാളും മനുഷ്യനാണ് പ്രധാനം. പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കാവണം പ്രഥമമായിട്ടുള്ള പരിഗണന. അതില്ലാതെ പോകുന്നിടത്ത് നിലവിളികൾ ഉയരും, ജനതകൾ വഴിയിൽ കുഴഞ്ഞു വീഴും. നമ്മളുടെ വികസന കാഴ്ചപ്പാടുകളും അടിസ്ഥാന സൗകര്യ വിപുലീകരണവും ബഡ്ജറ്റ് വകയിരുത്തലുകളും വരും തലമുറയെയും ഈ പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടാകണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ബഡ്ജറ്റിനെ നാം എങ്ങനെ വിലയിരുത്തും? ഒരു ന്യൂനപക്ഷത്തിനു വേണ്ടി ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ ഇല്ലാതെ പോയാൽ, പ്രകൃതി അന്യം നിന്നാൽ ആർക്കു വേണ്ടിയിട്ടാണ് ഈ വികസന പദ്ധതികൾ? പേപ്പർലെസ് ഏജ് എന്ന് പറയുന്നത് പോലെ പീപ്പിൾ ലെസ് ആറ്റിറ്റ്യൂഡ് വളർന്നു വരുന്നില്ലേ എന്ന് നാം ചോദിക്കണം. ഈ സ്ഥിതിയെ നാം വളരെ ഗൗരവമായിട്ട് ഈ കാലഘട്ടത്തിൽ കാണണം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നത് കേവലം അന്നത്തിൻ്റെ ആവശ്യമായി മാത്രം കരുതരുത്. അതിൽ സാധിക്കേണ്ടത് ജീവൻ്റെ സംരക്ഷണമാണ്. വഴിയിൽ പട്ടുപോകാവുന്ന സാമാന്യ ജനത്തിൻ്റെ ആവശ്യങ്ങളിലേക്കുള്ള ഇടപെടലാണ് ഇത് മുഖാന്തരം ഉണ്ടാവേണ്ടത്. ജീവൻ്റെ സംരക്ഷകരാണ് സഭ, വിശ്വാസ സമൂഹം. കോവിഡ് 3ാം തരംഗത്തോടെ ആഗോള മരണസംഖ്യ 2 കോടിയിൽ അധികമായി. പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞ് മരിച്ചവരുടെ ഭൂമിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. മുന്നണി പോരാളികളെ ആയി പ്രവർത്തിച്ച ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ ഇത്തരണത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ സഭ എന്നതിനേക്കാൾ മുന്നണി പോരാളികളുടെ നിരയാവണം വിശ്വാസ സമൂഹം എന്നെ പ്രബോധിപ്പിക്കട്ടെ. ജീവൻ്റെ നിഷേധം വർദ്ധിച്ച് വരുന്നതായുള്ള കാലമാണിത്. സമാധാനത്തിനും സാഹോദര്യത്തിനും പേരുകേട്ട കേരളത്തിൽ കഴിഞ്ഞ ചില മാസങ്ങളായി നടക്കുന്ന കൊലപാതക പരമ്പര ഏറെ ഉത്കണ്ഠാജനകമാണ്. പരസ്യമായി വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും ഭാഷ സംസാരിക്കുന്നതും ഇക്കാലങ്ങളിൽ ഏറി വരുന്നു. കേരളം പോലെ സാക്ഷരത ഏറെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ്. യേശു ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇല്ലാത്തതിൻ്റെ പട്ടിക നിരത്തുവാനായിട്ടാണ് നാം എളുപ്പം ശ്രമിക്കുന്നത്. കോവിഡ് കാലം ഇല്ലായ്മയുടെ കാലമായി. ജോലിയില്ല, വരുമാനമില്ല, പഠനമില്ല, പള്ളിയില്ല, ഉത്സവങ്ങളില്ല, പെരുന്നാളുകളില്ല, ആഘോഷങ്ങളില്ല. ഇങ്ങനെ നീളുന്നു നമ്മളുടെ പട്ടികകൾ. ചോദ്യം എന്തില്ല എന്നതല്ല. ആർ യു എക്വിപ്ഡ് ടു ഫേസ് ദ ചലഞ്ചസ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്? ഒന്ന് കണ്ണു തുറന്നാൽ സാധ്യതകൾ നമ്മളുടെ മുമ്പിൽ തന്നെയുണ്ട്, നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. കയ്യിൽ കരുതിയ 5 അപ്പവും 2 മീനും കർത്തൃകരങ്ങൾ അർപ്പിച്ചപ്പോൾ
സമൂഹത്തിൻ്റെ പ്രതിസന്ധിക്ക് ഉത്തരമായി. ചിഹ്നിയവരും ചിതറിയവരുമായ ജനതയുടെ തൃപ്തിക്ക് ഈ ചെറിയ വിഭവം മുഖാന്തരമായി. കോവിഡ് കാലം സഭയ്ക്ക് പ്രവർത്തിക്കുവാൻ ഇനിയും ഇടമുണ്ട്. നമ്മളുടെ സാധ്യതകളെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പങ്കിടണം. മുറിക്കപ്പെടുവാനും പങ്കിടുവാനുമുള്ള സന്നദ്ധതയിൽ മാത്രമേ സഭ, വിശ്വാസ സമൂഹത്തിൽ കാലഘട്ടത്തിൽ സങ്കരമായിട്ട് തീരുകയുള്ളൂ. നിങ്ങളുടെ ശേഖരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിറഞ്ഞേ കവിയുന്നതായുള്ള ഫ്രിഡ്ജുകളും ഫ്രീസറുകളും കുത്തി നിറച്ചതായുള്ള അലമാരകളും ഇനിയും തുറക്കാത്തതായുള്ള ലോക്കറുകളും അവരിന് വേണ്ടി തുറക്കപ്പെടണം. എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നതല്ല. എന്നാൽ ഇപ്രകാരമുള്ള യാഥാർത്ഥ്യം ഏറെ ആളുകളുടെ ഇടയിലും ഭവനങ്ങളിലുമുണ്ട് എന്ന വസ്തുത മറക്കണ്ട. ലോകത്തിൻ്റെ വിശപ്പടക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളാണിത്. പൂഴ്ത്തി വയ്ക്കലല്ല, പങ്കിടലാണ് കോവിഡ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. അധികാര സ്ഥാനങ്ങളെ പ്രീതിപ്പെടുത്തുവാനുള്ള നൽകലല്ല ആവശ്യം. നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം നൽകുവാനുമല്ല, അതല്ല സുവിശേഷ വേല. മറിച്ച് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് നമ്മെയും നമുക്കുള്ളതിനെയും ഏൽപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും. ചെറിയ വിഭവങ്ങളാണ്. യേശുവിൻ്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനും ഏൽപ്പിക്കുവാൻ നമുക്ക് സന്നദ്ധതയുണ്ടോ? ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ ഇവോക്സ് ഗോഡ്സ് ഫർദർ ആക്ഷൻ. മാരാമൻ കൺവെൻഷൻ ഉയർത്തുന്ന വെല്ലുവിളിയും ഇതുതന്നെയാണ്. ഇനിയുള്ള ഒരാഴ്ചക്കാലം ദൈവവചനത്തിൻ്റെ പ്രഘോഷണമാണ് ഈ മണൽപ്പരപ്പിൽ ഉയരുവാനായിട്ട് പോകുന്നത്. ഈ വചനകാലം നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ, നമ്മളുടെ സഹോദരങ്ങളിലേക്ക് അടുക്കുവാൻ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനസ്സിലാക്കുവാൻ, ജൈവ കൂട്ടായ്മ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ. യേശു ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഈ ചോദ്യം പ്രിയരെ നമ്മോടെല്ലാവരോടുമാണ്. അവരുടെ ജീവിതത്തിന് നമ്മുടെ ചുമലും വിഭവങ്ങളും നൽകാം. യേശുവിൻ്റെ മനസ്സരിവുള്ളവരായിട്ട് തീരാം. പിടിയരി കൊണ്ട് വളർന്നു വന്നതായുള്ളൊരു സഭയുടെ ഈ കാലഘട്ടത്തിൻ്റെ സമൂഹമായി തീർന്നിരിക്കുന്ന സഭാംഗങ്ങളെ, എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയ ജനമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ ചിതറിച്ച് ആക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനായി നമ്മെയും നമ്മളുടെ വിഭവങ്ങളെയും സമർപ്പിക്കുവാനായിട്ടാണ്. അത് അവരിന് നമ്മൾ നൽകുന്നതായിട്ടുള്ള കൂട്ടായ്മ അനുഭവമാകട്ടെ. ദൈവം നൽകിയിരിക്കുന്നതായുള്ള ഈ പ്രപഞ്ചം മനോഹരമായി നിലനിർത്തുവാൻ തക്കവണ്ണം ഉതകുന്നതാകട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവസാന്നിധ്യം അറിയിക്കുന്നതാവട്ടെ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ മധ്യത്തിൽ സംഗതമായുള്ള ശുശ്രൂഷ നിറവേറ്റുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ വർഷത്തെ കൺവെൻഷന് ഉപയുക്തമായി തീരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ വർഷത്തെ കൺവെൻഷന് ഇതിനാൽ ഉദ്ഘാടനം ചെയ്ത് കൊള്ളപ്പെടുന്നു. ആമേൻ.